ഗുഡ് മോർണിംഗ്. എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞേ ഗുഡ് മോർണിംഗ്. നല്ല കുട്ടികളാട്ടോ. നിങ്ങൾ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോ? ഉവ്വ്, ആരോ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചു. ഓ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കണം. നമുക്ക് ആരോഗ്യമുണ്ടാകണമെങ്കിൽ, പഠിക്കാൻ ഊർജം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണമൊക്കെ കഴിക്കണം. ഇന്ന് ടീച്ചർ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് കളിക്കാനാണ്. നമുക്കൊന്ന് കളിച്ചാലോ? ഇത് നോക്കിയേ, ടീച്ചറിന്റെ കയ്യിലിരിക്കുന്നത് ഇതെന്താണ്? പമ്പരം. ഈ പമ്പരം ഉപയോഗിച്ച് നമുക്ക് കളിക്കാം. പിന്നെ ടീച്ചറിന്റെ ഈ കയ്യിൽ എന്താണെന്ന് നോക്കിയേ, വാച്ച്. കണ്ടോ? ഇനി ഇതേ ടീച്ചർ കണ്ണട എടുത്ത് വെക്കാൻ പോവാണ്. ഇതെന്താണ്? കണ്ണട. ഈ കണ്ണടയും പമ്പരവും വാച്ചും ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? മിടുക്കനാട്ടോ ആരോൺ, ഇലകൾ കൊണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലെ നിങ്ങൾ ചുറ്റുപാടും നിരീക്ഷിച്ചപ്പോൾ ഈ ഇല കണ്ടോ? ഇല്ലേ? എങ്കിൽ നമുക്ക് ഈ ഇല ഏത് സസ്യത്തിൻ്റെതാണെന്ന് കാണാൻ പോയാലോ? കൂട്ടുകാരെ, ടീച്ചർ ഉണ്ടാക്കിയ ഈ പമ്പരം എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്തുകൊണ്ടാണ്? ഇല കൊണ്ട്. നോക്കിയേ, ഈ ഇല കൊണ്ടാണ് ടീച്ചർ പമ്പരം ഉണ്ടാക്കിയത്. ശ്രദ്ധിച്ചോ? ഈ ഇല കൊണ്ടാണ്. ഇത് ഏത് സസ്യത്തിന്റെ ഇലയാണ് ടീച്ചർ ഉണ്ടാക്കിയത്? ഈ സസ്യത്തിന്റെ ഇലയാണ്. ഈ സസ്യത്തിന്റെ ഇലയാണ് ഏത്? ഇതാണ്. ഇതിനെന്താ പറയണെന്നറിയോ? തെങ്ങ്. ഈ സസ്യത്തിന്റെ പേരെന്താണ്? തെങ്ങ്. ശബ്ദത്തിൽ പറഞ്ഞേ, തെങ്ങ്. തെങ്ങിന്റെ ഓലയെ എന്താണ് പറയുന്നതെന്നറിയോ? തെങ്ങോല. തെങ്ങിന്റെ ഇലയാണ് ഇത്. തെങ്ങിന്റെ ഇലയെ തെങ്ങോല എന്നാണ് പറയുന്നത്. ശബ്ദത്തിൽ പറഞ്ഞേ, തെങ്ങോല. കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു സസ്യത്തെ പരിചയപ്പെട്ടാലോ? ഇതാണ് മുള. ഇത് ഏത് സസ്യമാണ്? മുള. ശബ്ദത്തിൽ പറഞ്ഞേ, മുള. നിങ്ങളെല്ലാവരും ഈ മുള ഒന്ന് ശ്രദ്ധിച്ചേ. മുളയിൽ ധാരാളം ഇലകളുണ്ട്. മുളയുടെ ഇലയാണ് മുളയില. ഇത് ഏത് സസ്യമാണ്? മുള. മുളയുടെ ഇല എവിടെയാ? ഇതാണ് മുളയുടെ ഇല. ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ, മുളയില. മുളയുടെ പ്രകടമായ ഭാഗമാണ് ഇലകൾ. ഈ മുളയിലയിൽ സിരകളുണ്ടോ എന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി ഇലയുടെ അഗ്രഭാഗം വരെ ഞരമ്പ് പോലെ കാണപ്പെടുന്നതാണ് സിരകൾ. ശബ്ദത്തിൽ പറഞ്ഞേ, സിരകൾ. ഇലയിൽ ഞരമ്പ് പോലെ കാണപ്പെടുന്നതാണ് സിരകൾ. ഈ സിരകൾ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ വ്യാപിച്ചിരിക്കുന്നു. സിരകൾ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ സമാന്തരമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? സമാന്തര സിരാവിന്യാസം. ശബ്ദത്തിൽ പറഞ്ഞേ, സമാന്തര സിരാവിന്യാസം. അപ്പം മുളയില സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണമാണ്. മനസ്സിലായോ?
ചങ്ങാതിമാരെ, ടീച്ചർ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? ടീച്ചർ നിൽക്കുന്നത് വയലിലാണ്. വയലിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്? ധാരാളം സസ്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ധാരാളം നെൽച്ചെടികളുണ്ട്. ടീച്ചർ നിങ്ങൾക്ക് ഒരു നെൽച്ചെടി കാണിച്ചു തരട്ടെ? കണ്ടോ കൂട്ടുകാരെ, ഇതാണ് നെൽച്ചെടി. ഇതെന്താണ്? നെൽച്ചെടി. ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ, ഇത് ഏത് ചെടിയാണ്? ഇതാണ് നെൽച്ചെടി. ഈ നെൽച്ചെടിക്ക് ഇലകളുണ്ടോ? കൂട്ടുകാരെ, ഇതാണ് നെൽച്ചെടിയുടെ ഇല. ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി ഞരമ്പുകൾ പോലെയുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് സിരകൾ. ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി സിരകൾ ഇലയുടെ അഗ്രഭാഗം വരെ വിന്യസിച്ചിരിക്കുന്നു. എന്താണ് വിന്യസിച്ചിരിക്കുന്നത്? സിരകൾ. ശബ്ദത്തിൽ പറഞ്ഞേ, സിരകൾ. എങ്ങനെയാണ് സിരകൾ നെൽച്ചെടിയിൽ വിന്യസിച്ചിരിക്കുന്നത്? നോക്കിയേ, ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായിട്ടാണ്. സമാന്തരമായിട്ടാണെന്ന് വെച്ചാൽ എന്താണ്? പരസ്പരം കൂട്ടിമുട്ടാതെ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നു. ഇതിനെയാണ് സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സമാന്തര സിരാവിന്യാസം. ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ, സമാന്തര സിരാവിന്യാസം. സമാന്തര സിരാവിന്യാസം. നല്ല കുട്ടികളാണ് കേട്ടോ. ഇത് നെൽച്ചെടിയാണ്. സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണം ഏതാണ്? ഈ നെൽച്ചെടിയാണ്. നെൽച്ചെടി സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണമാണ്. ഈ ചെടിയുടെ ആകൃതിയും വലിപ്പവും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൂട്ടുകാരെ, ടീച്ചറിന്റെ കയ്യിൽ എന്താണ്? 2 സസ്യങ്ങളുണ്ട് അല്ലേ? ഈ 2 സസ്യങ്ങളിൽ നെൽച്ചെടി ഏതാണ്? ഒന്ന് തൊട്ട് കാണിക്കാമോ? ഏതാണ് നെൽച്ചെടി? ഇലയുടെ ആകൃതിയും വലിപ്പവും എല്ലാം ശ്രദ്ധിച്ച് ഒന്ന് തൊട്ട് കാണിച്ചേ. ഇതാണല്ലേ നെൽച്ചെടി. ഇതാ മറ്റൊരു സസ്യത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ സസ്യം ഏതാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടും ഉണ്ടാകും ഇത്. ഈ സസ്യത്തിന്റെ പേരാണ് വാഴ. ഏതാണിത്? വാഴ. ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ, വാഴ. എല്ലാവരും ഈ വാഴയുടെ ഇലയൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വാഴയുടെ പ്രകടമായ ഭാഗമാണ് ഇലകൾ. ഈ വാഴയുടെ ഇലകളെല്ലാം ഒരേപോലെയാണോ? കൂട്ടുകാരെ, ഇതാണ് വാഴയില. ഈ വാഴയിലയുടെ ആകൃതി ഒന്ന് നോക്കിയേ. ഇതാണ് വാഴയിലയുടെ ആകൃതി. ഈ വാഴയിലയുടെ സിരാവിന്യാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇരുവശങ്ങളിലേക്കുമായി സമാന്തരമായാണ് സിരകൾ വിന്യസിച്ചിരിക്കുന്നത്. ഞരമ്പ് പോലെയാണ് ഇവ കാണപ്പെടുന്നത്. ഇതെന്താണ്? സിരകൾ. വാഴയിലയിൽ സിരകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇതെന്താണെന്നറിയോ? സമാന്തര സിരാവിന്യാസം. ചങ്ങാതിമാരെ, നമ്മൾ ധാരാളം സസ്യങ്ങളെ പരിചയപ്പെട്ടു അല്ലേ? ഇവയെല്ലാം ചേർത്ത് നമുക്കൊരു പാട്ട് പാടിയാലോ? നിങ്ങളെല്ലാവരും നമ്മൾ പരിചയപ്പെട്ട സസ്യങ്ങളെ മനസ്സിലാക്കുകയും
ശബ്ദത്തിൽ പാട്ട് പാടുകയും ചെയ്യണം. സമാന്തരത്തിൽ സിരകളുള്ള തെങ്ങോല കണ്ടോ, സമാന്തരത്തിൽ സിരകളുള്ള മുളയില കണ്ടോ, നെൽച്ചെടിയുടെ ഇലകളും വാഴ ഇലകളും സമാന്തരമായി സിരകളുള്ള ഇലകളാണല്ലോ. സമാന്തരത്തിൽ സിരകളുള്ള തെങ്ങോല കണ്ടോ, സമാന്തരത്തിൽ സിരകളുള്ള മുളയില കണ്ടോ, നെൽച്ചെടിയുടെ ഇലകളും വാഴ ഇലകളും സമാന്തരമായി സിരകളുള്ള ഇലകളാണല്ലോ. നമ്മള് വൈവിധ്യമുള്ള ധാരാളം സസ്യങ്ങളെ കണ്ടു. ഏതൊക്കെ സസ്യങ്ങളാ നമ്മൾ കണ്ടത്? തെങ്ങ്, പിന്നെയോ നെൽച്ചെടി കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ കണ്ടത്? മുള, പിന്നെയോ ആരോ പറയുന്നുണ്ടല്ലോ, ശബ്ദത്തിൽ പറഞ്ഞേ. വാഴ. ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി. വിവിധ സസ്യങ്ങളുടെ ഇലകളിലെ ആകൃതിയും വലിപ്പവും വ്യത്യസ്തമാണ്. ഇവയുടെ വലിപ്പവും ആകൃതിയും ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ചിത്രം കണ്ടതൊന്ന് പഠിച്ചാലോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് ഏത് സസ്യമാണ്? ഇതാണ് തെങ്ങ്. ഇതെന്താണ്? തെങ്ങിന്റെ ഇലയാണ്. തെങ്ങോല. സൗണ്ട് പറയേ, ശബ്ദത്തിൽ പറഞ്ഞേ. തെങ്ങോല. ഇത് ഏത് സസ്യമാണ്? നല്ല കുട്ടിയാട്ടോ. ആരൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ശബ്ദത്തിൽ പറയേ. ഇത് നെൽച്ചെടി. ഇതോ നെൽച്ചെടിയുടെ ഇല. അങ്ങനെയെങ്കിൽ ഇത് ഏത് സസ്യമാണ്? വെരി ഗുഡ് ജിസ്മി. ഇത് മുള. ഇതോ മുളയില. ഇത് ഏത് സസ്യമാ? വാഴ. നല്ല കൊച്ചാട്ടോ. ഇത് വാഴയുടെ ഇലയാണ്. വാഴയില. ഇനി മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളൊരു വർക്ക്ഷീറ്റ് ചെയ്യണം. ടീച്ചർ വർക്ക്ഷീറ്റ് പരിചയപ്പെടുത്തട്ടെ. ഇതാണ് ആ വർക്ക്ഷീറ്റ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിലെ ടീച്ചർ സസ്യങ്ങളുടെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതെന്താണ്? സസ്യങ്ങളുടെ ചിത്രങ്ങൾ. ഇവിടെ ഇലകൾ കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തെ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് എന്തിന്റെ ചിത്രമാണ്? തെങ്ങ്. തെങ്ങിന്റെ ഇല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? തെങ്ങിന്റെ ഇലയെ നമ്മൾ എന്താ പറയുന്നത്? തെങ്ങോല. ശബ്ദത്തിൽ പറഞ്ഞേ. ഓല. തെങ്ങോല. ഇതിവിടെ എവിടെയാണുള്ളത്? ഇതാണല്ലേ. അപ്പൊ തെങ്ങിനെ തെങ്ങോലയുമായി യോജിപ്പിക്കണം. അടുത്ത സസ്യം ഏതാണ്? വെരി ഗുഡ്. ഇത് നെല്ലാണ്. നെൽച്ചെടി. നെൽച്ചെടിയുടെ ഇല ഇവിടെ എവിടെയാണ്? നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ മുതിർന്നവരെ കാണിച്ചു കൊടുക്കുകയും വേണം. കേട്ടോ? ഇത് ഏത് ഇലയാണ്? മനസ്സിലായോ? ഈ ഇലയാണ് തെങ്ങോല അല്ലേ? തെങ്ങിന്റെ ഇലയാണ് തെങ്ങോല. കൂട്ടുകാരെ, ഈ ഇലയുടെ പേരെന്താണ്? തെങ്ങോല. എല്ലാവരും ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ. തെങ്ങോല. ഇനി ഈ തെങ്ങോലയുടെ സിരകളുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഇലഞ്ഞെട്ടിൽ നിന്നും സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നു. ഇലഞ്ഞെട്ടിൽ നിന്നും സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നു. ഇതെന്താണ്? സിരകൾ. ശബ്ദത്തിൽ പറഞ്ഞേ. സിരകൾ. നിങ്ങൾക്ക് കാണാമോ? ഇതാണ് തെങ്ങോലയിലെ സിരകൾ. എങ്ങനെയാണ് തെങ്ങോലയിൽ സിരകൾ വിന്യസിച്ചിരിക്കുന്നത്?
ആ ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ സമാന്തരമായാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്താണ് സമാന്തരം? ഇലഞ്ഞെട്ടിൽ നിന്നും കൂട്ടിമുട്ടാതെ, പരസ്പരം കൂട്ടിമുട്ടാതെ അഗ്രഭാഗം വരെ വിന്യസിച്ചിരിക്കുന്നു. ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ സമാന്തരമായിട്ടാണ് സിരകൾ വ്യാപിച്ചിരിക്കുന്നത്. ഇത് ഏത് സസ്യത്തിന്റെ ഇലയാണ്? ആ നല്ല കുട്ടിയാട്ടോ റോഷൻ. ഇത് മുളയുടെ ഇലയാണ്. മുളയുടെ ഇലയാണ് മുളയില. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആ ഇതാണ് മുളയുടെ ഇല. എല്ലാവരും കണ്ടോ മുളയില? ആ ഇനി നോക്കിയേ, ഇതാണ് ഇലഞ്ഞെട്ട്. ഈ ഇലയുടെ ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ ഇലയിലെ സിരകൾ എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇലഞ്ഞെട്ടിൽ നിന്നും ഇലയുടെ അഗ്രഭാഗം വരെ സിരകൾ സമാന്തരമായി പോകുന്നു. സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം കൂട്ടിമുട്ടാതെ സംയോജിച്ചിരിക്കുന്നു. ഇത് ഏത് ഇലയാണ്? മുളയില. മുളയില എന്താണ് നമ്മളിപ്പോ കണ്ടത്? സിരകൾ. സിരകൾ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്? ആ ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ പരസ്പരം കൂട്ടിമുട്ടാതെ യോജിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇത് ഏത് സസ്യത്തിന്റെ ഇലയാണ്? സൂക്ഷിച്ചു നോക്കിയേ. ഇതാണ് ഏത് സസ്യത്തിന്റെ ഇലയാണ്? നെൽച്ചെടിയുടെ ഇല. ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ. നെൽച്ചെടിയുടെ ഇല. ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഇതിൽ സിരകൾ ഉണ്ടോ എന്ന്. ഇലഞ്ഞെട്ടിൽ നിന്നും ഇലയുടെ അഗ്രഭാഗം വരെ സിരകൾ വ്യാപിച്ചിരിക്കുന്നു. എന്താണ് വ്യാപിച്ചിരിക്കുന്നത്? സിരകൾ. ശബ്ദത്തിൽ പറഞ്ഞേ. സിരകൾ. ഇതിലെ സിരകൾ എങ്ങനെയാണ് വ്യാപിച്ചേക്കണത്? പരസ്പരം കൂട്ടിമുട്ടാതെ. എവിടെയാണ് യോജിക്കുന്നത്? ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി ഇലയുടെ അഗ്രഭാഗത്തെത്തിയാണ് യോജിക്കുന്നത്. എന്താണ്? സിരകൾ. എന്താണ് സിരകൾ? ഇലയിൽ വ്യാപിച്ചിരിക്കുന്ന ഞരമ്പുകളാണ് സിരകൾ. ഇത് ഏത് ഇലയാണ്? ആ നല്ല കുട്ടിയാട്ടോ. ഇതാണ് വാഴയില. വാഴയിലയുടെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചേ. വലിയ ഇലയാണല്ലേ വാഴയില. മഴ പെയ്താൽ നമുക്ക് ചൂടിയൊക്കെ പോകാൻ പറ്റും അല്ലേ? ആ ഈ വാഴയിലയിൽ സിരകളുണ്ടോ? ഉണ്ട്. എവിടെയാണ് സിരകള്? ദേ സിരകളാണ് ഈ പോയിട്ടുള്ളത് എല്ലാം. എങ്ങനെയാണ് വാഴയിലയിൽ സിരകൾ വിന്യസിച്ചിരിക്കുന്നത്? സമാന്തരമായിട്ടാണ്. കണ്ടോ? ഇതാണ് ഇലഞ്ഞെട്ട്. ഇലഞ്ഞെട്ടിൽ നിന്നും തുടങ്ങുന്നതല്ല വാഴയിലയുടെ സിരാവിന്യാസം. നോക്കിയേ, ഇരുഭാഗങ്ങളിലേക്കുമായിട്ടാണ് സിരകൾ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സമാന്തര സിരവിന്യാസമാണ്. ഇനി നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? നമ്മൾ കണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയ എല്ലാ ഇലകളും ടീച്ചറിന്റെ മേശപ്പുറത്തുണ്ട്. ഈ ഇലകളെല്ലാം നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് കണ്ടാലോ? ആ ഇതാണ് തെങ്ങോല. ഈ തെങ്ങോല ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ ഒന്ന് കീറി നോക്കിയാലോ? കുഞ്ഞുമക്കളെ, ഇതാണ് ഇലഞ്ഞെട്ട്. ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ കീറിയപ്പോൾ കണ്ടോ എന്താ സംഭവിച്ചത്? നമുക്കത് എളുപ്പത്തിൽ കീറിയെടുക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ എളുപ്പത്തിൽ കീറിയെടുക്കാം. ഇത് എന്തുകൊണ്ടാണ്? തെങ്ങോലയിൽ സിരകൾ പരസ്പരം കൂട്ടിമുട്ടാതെ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗത്തെത്തിയാണ് യോജിക്കുന്നത്.
ഇത് ഏത് ഇലയാണ്? ആ, നല്ല കുട്ടിയാട്ട ആരോൺ. ഈ ഇലയുടെ ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ നമുക്കൊന്ന് കീറി നോക്കിയാലോ? ആയ്, ടീച്ചറിന് എളുപ്പത്തിൽ കീറാൻ പറ്റി. എന്തുകൊണ്ടായിരിക്കും? ആ, സിരകള് പരസ്പരം കൂട്ടിമുട്ടാതെ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ കീറിയെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ഇല കാണാം. ഇത് ഏത് സസ്യത്തിൻ്റെ ഇലയാണ്? നെൽച്ചെടിയുടെ ഇല. ഈ നെൽച്ചെടിയുടെ ഇല ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ കീറാൻ സാധിക്കുമോ? സാധിക്കുമോ? ഒന്ന് കീറി നോക്കിയാലോ? ആ, നമുക്ക് കീറിയെടുക്കാൻ എളുപ്പമാണ്. ഇനി ഇതാണ് ഏത് സസ്യത്തിൻ്റെ ഇലയാണ്? വാഴയില. നല്ല കുട്ടിയാട്ടോ റോഷൻ. ഈ വാഴയില സമാന്തരമായിട്ടാണോ സിരകൾ വിന്യസിച്ചിരിക്കുന്നത്? ഇത് നോക്കിയേ, എളുപ്പത്തിൽ ടീച്ചറിന് ഇല കീറിയെടുക്കാനായിട്ട് സാധിച്ചു. ഇരുഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഇലകൾ കീറാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ, ഇത് സമാന്തരമായിട്ടാണ് സിരകൾ വിന്യസിച്ചിരിക്കുന്നത്. ഈ സസ്യങ്ങളുടെ വലിപ്പവും ആകൃതിയും എല്ലാം കിട്ടിയോ? ഈ ഇലകൾക്ക് നമ്മളോട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടാലോ? ഞാൻ തെങ്ങോല. എൻ്റെ സിരകളെല്ലാം ഒരേപോലെയാണ്. എന്നിൽ നാര് പോലെയുള്ള സിരകളുണ്ട്. എന്നെ നെറ്റിൽ നിന്ന് അഗ്രഭാഗം വരെ എളുപ്പത്തിൽ കീറിയെടുക്കാം. എൻ്റെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ നെറ്റിൽ നിന്ന് അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു. മേൽക്കൂര മെയ്യാനും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനും എന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നെ നിങ്ങൾക്കറിയാമോ? ഞാൻ മുളയില. എൻ്റെ എല്ലാ സിരകളും ഒരുപോലെയാണ്. എന്നെ നെറ്റിൽ നിന്നും തുടങ്ങി അഗ്രഭാഗം വരെ എളുപ്പത്തിൽ കീറിയെടുക്കാം. എൻ്റെ എല്ലാ സിരകളും പരസ്പരം കൂട്ടിമുട്ടാതെ അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു. ഞാൻ നെൽച്ചെടി. എൻ്റെ ഇല നീളത്തിലുള്ളതാണ്. എന്നെ ഞെട്ടിൽ നിന്നും എളുപ്പത്തിൽ കീറിയെടുക്കാം. എൻ്റെ സിരകൾ നാര് പോലെയാണ്. ഞാൻ വെള്ളത്തിൽ കിടന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. എന്തെന്നറിയാമോ കൂട്ടുകാരെ? സമാന്തര സിരാവിന്യാസം. ഇലകൾ സമാന്തരമായി സിരകളെ വിന്യസിപ്പിച്ചതിൻ പേരെന്ത്? എന്ത്? സമാന്തര സിരാവിന്യാസം. സമാന്തര സിരാവിന്യാസം. നിങ്ങൾക്കെല്ലാവർക്കും സമാന്തര സിരാവിന്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് സമാന്തര സിരാവിന്യാസം? ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. എന്താണെന്ന്? ഇലകളിൽ സമാന്തരമായി. എങ്ങനെയാണ്? സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. നമുക്ക് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാലോ? ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് നോക്കിയേ. എന്താണ് സമാന്തര സിരാവിന്യാസം? ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. ചങ്ങാതിമാരെ, ഇവയെല്ലാം സമാന്തര സിരാവിന്യാസമുള്ള ഇലകളാണ്. ഇതിലെ സിരാവിന്യാസം സമാന്തരമായിട്ടാണ്. ഇനി ടീച്ചർ ഈ ഇലകളെല്ലാം ഇലയാൽബത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടാലോ?
മുളയിലയുടെ സിരാവിന്യാസം ടീച്ചർ പകർത്തിയത് ഒന്ന് ശ്രദ്ധിക്കാമോ? മുളയിലയിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നത് വ്യക്തമായില്ലേ? ഇതുപോലെ നിങ്ങളും ചെയ്യണേ. കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വർക്ക്ഷീറ്റ് ചെയ്താലോ? എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്ഷീറ്റ്. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ജാലികാ സിരവിന്യാസം പഠിച്ചു. ഇപ്പോഴോ സമാന്തര സിരവിന്യാസവും പഠിച്ചു ഇല്ലേ? പഠിച്ചു. നല്ല കുട്ടികളായിട്ടോ. സിരാവിന്യാസങ്ങൾ എത്ര തരമുണ്ട്? 2 തരം. ഏതെല്ലാമാണ്? ജാലികാ സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും. എന്താണ് ജാലികാ സിരവിന്യാസം? പല കണ്ണികൾ പോലെ കാണപ്പെടുന്നതാണ് ജാലികാ സിരവിന്യാസം. സമാന്തര സിരവിന്യാസമോ? ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ സിരകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വർക്ക്ഷീറ്റ് ചെയ്താലോ? എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്ഷീറ്റ്. ആരുടെ കൂടെയാണ് ചെയ്യേണ്ടത്? മുതിർന്നവരുടെ സപ്പോർട്ട് ആവശ്യമെങ്കിൽ വാങ്ങിക്കണം കേട്ടോ. ഏത് വർക്ക്ഷീറ്റാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? സസ്യങ്ങളുടെ ഇലയിലെ സിരാവിന്യാസം നിരീക്ഷിച്ച് ശരി ചിഹ്നം അടയാളപ്പെടുത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, സസ്യങ്ങളുടെ ഇല. ഇതാണ് സസ്യങ്ങളിലെ നമ്മൾ പരിചയപ്പെട്ട ഇലകൾ. ഈ ഇലയുടെ സിരാവിന്യാസം ഏതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ. സസ്യങ്ങളുടെ ഇലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സിരാവിന്യാസം നിരീക്ഷിച്ച് ജാലികാ സിരവിന്യാസമാണോ സമാന്തര സിരാവിന്യാസമാണോ എന്നത് കണ്ടെത്തി ഇവിടെ എന്ത് ചെയ്യണം? ശരി ചിഹ്നം അടയാളപ്പെടുത്തണം. മനസ്സിലായോ? ഈ വർക്ക്ഷീറ്റില് സസ്യങ്ങളുടെ ഇലയിലെ സിരാവിന്യാസം നിരീക്ഷിച്ച് അവയുടെ സിരാവിന്യാസത്തിന്റെ പേരെഴുതുക എന്നുള്ളതാണ്. ഈ വർക്ക്ഷീറ്റിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വർക്ക്ഷീറ്റ് സസ്യങ്ങളുടെ ഇലയിലെ സിരാവിന്യാസം നിരീക്ഷിച്ച് അവയുടെ സിരാവിന്യാസത്തിന്റെ പേരെഴുതുക. ഇത് ഏത് സിരാവിന്യാസമാണ് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് ഏത് സിരാവിന്യാസമാണ്? അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യൂലോ? നല്ല കുട്ടികൾ. ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ പരിചയപ്പെട്ടു. ഏതൊക്കെ സസ്യമായിരുന്നു? തെങ്ങ്, തെങ്ങിന്റെ ഇലയാണ് തെങ്ങോല. പിന്നെയോ നെൽച്ചെടിയുടെ ഇല. പിന്നെയോ മുളയില. പിന്നെ ഏറ്റവും അവസാനം പഠിച്ച സസ്യത്തിന്റെ പേരെന്തായിരുന്നു? വാഴ. വാഴയുടെ ഇലയും നമ്മൾ പരിചയപ്പെട്ടു. ഇവയുടെ ആകൃതിയും വലിപ്പവും എല്ലാം നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്? സിരാവിന്യാസവും പഠിച്ചു. ഈ പറഞ്ഞ സസ്യങ്ങളിലെല്ലാം ഏത് സിരാവിന്യാസമാണ്? സമാന്തര സിരാവിന്യാസം. ഒന്ന് കൂട്ടി എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞേ. സമാന്തര സിരാവിന്യാസം. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് മിടുക്കരായല്ലേ? ഇന്ന് എല്ലാവരും നല്ല മിടുക്കരായിട്ട് ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിരുന്നില്ലേ? അപ്പം നമ്മുടെ ക്ലാസ് നമുക്ക് ഇന്ന് അവസാനിപ്പിച്ചാലോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. പ്രിയ രക്ഷിതാക്കളെ, ചില നിർദ്ദേശങ്ങൾ പങ്കുവെക്കട്ടെ. സസ്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവയുടെ ഇലകളുടെ ആകൃതിയും
വലിപ്പവും സിരാവിന്യാസവും വ്യക്തമായി കുട്ടികളെ കാണിച്ചു പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. സ്പർശം, ഗന്ധം എന്നിവയിലൂടെ പഠിക്കാൻ അവസരം സൃഷ്ടിക്കണം. ഇലയാൽബം തയ്യാറാക്കുമ്പോൾ സമാന്തര ശിലാവിന്യാസമുള്ള സസ്യങ്ങളുടെ ഇലകളും കൂടി ഉൾപ്പെടുത്തണം. ഒപ്പം അവയുടെ ശിലാവിന്യാസം ട്രേസ് ചെയ്ത് ഇലയാൽബത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ ശ്രദ്ധിക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംവേദന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ശബ്ദവും വെളിച്ചവും കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് നൽകാൻ ശ്രദ്ധിക്കണേ.